ഇന്ത്യയിൽ മതന്യൂനപക്ഷങ്ങൾക്കെതിരെ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന ഗാനങ്ങൾ യൂട്യൂബും മെറ്റയും അടക്കമുള്ള പ്ലാറ്റ്ഫോമുകളിലൂടെ വൻ വരുമാനം നേടുന്നതായി സെന്റർ ഫോർ സ്റ്റഡി ഓഫ് ഓർഗനൈസ്ഡ് ഹേറ്റ് അഥവാ CSOH എന്ന തിങ്ക് ടാങ്കിന്റെ പഠനഫലം. 523 ഗാനങ്ങളാണ് ഇത്തരത്തിൽ യൂട്യൂബ്, മെറ്റ, സ്പോട്ടിഫൈ, ആപ്പിൾ മ്യൂസിക് എന്നീ പ്ലാറ്റ്ഫോമുകളിലുള്ളത്. ഇന്ത്യയിലെ വിദ്വേഷ സംഗീത വ്യവസായം ഹോസ്റ്റ് ചെയ്യുന്നതിലും അതിന് പണമുണ്ടാക്കി കൊടുക്കുന്നതിലും ഈ 4 പ്ലാറ്റ്ഫോമുകൾ ഏതു തരത്തിൽ ഉപയോഗിക്കപ്പെടുന്നു എന്നാണ് CSOH പരിശോധിക്കുന്നത്. യൂട്യൂബും മെറ്റയും അടക്കമുള്ള പ്ലാറ്റ്ഫോമുകളിലുള്ളതായും ഈ ഗാനങ്ങൾക്കും അവ ഉപയോഗിച്ചുള്ള റീലുകൾക്കും കോടിക്കണക്കിന് വ്യൂസ് ലഭിക്കുന്നതായും സെന്റർ ഫോർ സ്റ്റഡി ഓഫ് ഓർഗനൈസ്ഡ് ഹേറ്റിന്റെ പഠനഫലം. വൻ വരുമാനമാണ് മീഡിയ ഹോസ്റ്റിംഗ് പ്ലാറ്റ്ഫോമുകളിലെ മോണിറ്റൈസേഷൻ ഫീച്ചറുകൾ വഴി ഈ വിദ്വേഷ പാട്ടുകൾക്കും റീലുകൾക്കും ലഭിക്കുന്നതെന്നും പഠനം വ്യക്തമാക്കുന്നു. മാധ്യമപ്രവർത്തകനും പോപ്പ് ദ സീക്രട്ടീവ് വേൾഡ് ഓഫ് ഹിന്ദുത്വ പോപ്പ് സ്റ്റാർസ് എന്ന പുസ്തകത്തിന്റെ രചയിതാവുമായ കുണാൽ പുരോഹിത് അടക്കമുള്ളവർ ചേർന്നാണ് പഠനം നടത്തിയത്. ജൂൺ 15-നാണ് പഠനത്തിന്റെ റിപ്പോർട്ട് CSOH പ്രസിദ്ധീകരിച്ചത്. പ്രോഫിറ്റിംഗ് ഫ്രം ഹേറ്റ് മ്യൂസിക് എന്ന പേരിലാണ് പഠന റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത്. കുണാൽ പുരോഹിതിന് പുറമെ CSOHന്റെ തെക്കൻ ഏഷ്യ ഗവേഷക താവിഷി, ഡിജിറ്റൽ റിസർച്ച് അനലിസ്റ്റ് ഹമാദ് മീർ എന്നിവരും പഠനത്തിൽ പങ്കാളികളാണ്. യുഎസിലെ വാഷിംഗ്ടൺ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു തിങ്ക് ടാങ്ക് ആണ് CSOH. ഇന്ത്യയിലെ വിദ്വേഷ സംഗീത വ്യവസായത്തെക്കുറിച്ചുള്ള ആദ്യ ഫലമാണ് ഇതെന്നും CSOH അവകാശപ്പെടുന്നു. യൂട്യൂബ്, സ്പോട്ടിഫൈ, ആപ്പിൾ മ്യൂസിക്, മെറ്റ മ്യൂസിക് ലൈബ്രറി എന്നീ പ്ലാറ്റ്ഫോമുകളുടെ ഉള്ളടക്ക നയങ്ങളെ ലംഘിക്കുന്ന സ്വഭാവത്തിലുള്ളവയാണ് വിദ്വേഷം പ്രചരിപ്പിക്കുന്ന ഗാനങ്ങൾ. ഇവ മുസ്ലിം, ക്രിസ്ത്യൻ സമുദായങ്ങൾക്കെതിരായ വിദ്വേഷം പ്രചരിപ്പിക്കുന്നു. ഈ സമുദായങ്ങളിലുള്ളവർക്ക് മനുഷ്യരെന്ന പരിഗണന പോലും നൽകാത്ത തരത്തിലുള്ള ബോധത്തെ ഗാനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നെന്നും പഠനഫലത്തിൽ പറയുന്നു. യൂട്യൂബിൽ ഇത്തരം 210 ഗാനങ്ങളാണ് പഠനത്തിൽ കണ്ടെത്തിയത്. സ്പോട്ടിഫൈയിൽ 53 ആർട്ടിസ്റ്റുകളുടെ 109 പാട്ടുകളാണ് വിദ്വേഷം പ്രചരിപ്പിക്കുന്ന തരത്തിലുള്ളത്. മെറ്റ മ്യൂസിക് ലൈബ്രറിയിൽ 103 പാട്ടുകളും ആപ്പിൾ മ്യൂസിക്കിൽ 59 ആർട്ടിസ്റ്റുകളുടെ 101 പാട്ടുകളുമാണ് ഈ വിഭാഗത്തിലായി ഉള്ളത്. മെറ്റയിൽ 67 ആർട്ടിസ്റ്റുകളുടെയും യൂട്യൂബിൽ 98 ആർട്ടിസ്റ്റുകളുടെയും പാട്ടുകളാണുള്ളത്. 4 പ്ലാറ്റ്ഫോമുകളിലായി 277 ആർട്ടിസ്റ്റ് അക്കൗണ്ടുകൾ ഇത്തരത്തിൽ നിലവിലുണ്ടെന്നും പഠനഫലത്തിൽ പറയുന്നു. യൂട്യൂബിൽ മാത്രം ഈ പാട്ടുകൾക്കെല്ലാം കൂടി 19.8 കോടിയിലധികം വ്യൂസ് ആണ് ലഭിച്ചത്. മെറ്റ മ്യൂസിക് ലൈബ്രറിയിലെ ഈ പാട്ടുകൾ 59 ലക്ഷത്തിലധികം ഇൻസ്റ്റഗ്രാം റീലുകളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. എല്ലാ പ്ലാറ്റ്ഫോമുകളിലുമായി അപ്ലോഡ് ചെയ്തിട്ടുള്ള ഈ വിദ്വേഷ ഗാനങ്ങളിൽ പകുതിയും പ്രത്യക്ഷമായി തന്നെ ആക്രമണങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതാണെന്ന് CSOHന്റെ പഠന റിപ്പോർട്ടിൽ പറയുന്നു. 263 പാട്ടുകളാണ് ഇത്തരത്തിൽ മതന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരായി നേരിട്ട് ഭീഷണി ഉയർത്തുന്നതോ ആക്രമണത്തിന് ആഹ്വാനം ചെയ്യുന്നതോ ആയിട്ടുള്ളത്. ബാക്കി 260 പാട്ടുകൾ അധിക്ഷേപ പരാമർശങ്ങളിലൂടെയും മനുഷ്യരല്ലാത്തവരായി ചിത്രീകരിച്ചുകൊണ്ടും ന്യൂനപക്ഷ സമുദായങ്ങൾക്കെതിരെ വെറുപ്പ് പടർത്തുന്നവയാണെന്ന് CSOH പഠനം ചൂണ്ടിക്കാട്ടുന്നു. യൂട്യൂബിലെ ഈ വിദ്വേഷ മ്യൂസിക്കുകളുടെ വീഡിയോകളിൽ 103 ബ്രാൻഡുകളുടെ പരസ്യങ്ങൾ പ്രത്യക്ഷപ്പെട്ടതായി പഠനത്തിൽ പറയുന്നു. ജനപ്രിയ ബ്രാൻഡുകളുടെ അടക്കം പരസ്യങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. യൂട്യൂബിലെ ആകെ വിദ്വേഷ മ്യൂസിക് വീഡിയോകളിൽ 78% പരസ്യങ്ങൾ വന്നിട്ടുണ്ട്. ഇതിൽ നേരിട്ട് ആക്രമണങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന വീഡിയോകളിൽ 83% പരസ്യങ്ങൾ പ്രത്യക്ഷപ്പെടുന്നുണ്ടെന്നും പഠനഫലത്തിൽ പറയുന്നു. യൂട്യൂബിന്റെ ഫാൻ ഫണ്ടിംഗ് സേവനമായ സൂപ്പർ ടാങ്ക്സ് എന്ന ഫീച്ചർ 55% വിദ്വേഷ മ്യൂസിക് വീഡിയോയിലും എനേബിൾ ചെയ്തിട്ടുണ്ട്. ഈ ഫീച്ചർ വഴിയും യൂട്യൂബിൽ വിദ്വേഷ പാട്ടുകൾ വരുമാനം ലഭിക്കുന്നുണ്ട്. 2025 ഒക്ടോബറിൽ 4 പ്ലാറ്റ്ഫോമുകളിലുമായി 225 വിദ്വേഷ ഗാനങ്ങളെ കണ്ടന്റ് പോളിസി ലംഘനം ചൂണ്ടിക്കാട്ടി റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ 2026 മെയ്യിൽ പരിശോധിച്ചപ്പോൾ ഇതിൽ 207 പാട്ടുകളും ഈ പ്ലാറ്റ്ഫോമുകളിൽ ഉണ്ടായിരുന്നു. 18 പാട്ടുകൾ മാത്രമാണ് നീക്കം ചെയ്തത്. റിപ്പോർട്ട് ചെയ്ത പാട്ടുകളുടെ 8% മാത്രമാണ് നീക്കം ചെയ്തതെന്നും പഠനത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. വിദ്വേഷ സംഗീതത്തിൽ 40.2% യൂട്യൂബിലെ മ്യൂസിക് വീഡിയോകളായിട്ടാണുള്ളത്. 20.8% സ്പോട്ടിഫൈയിലും 19.3% ആപ്പിൾ മ്യൂസിക്കിലുമാണ്. 19.7% മെറ്റ മ്യൂസിക് ലൈബ്രറിയിലുള്ളത്. യൂട്യൂബിൽ വിദ്വേഷ ഗാനങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന 98 ആർട്ടിസ്റ്റുകൾക്കും കൂടിയാകെ 7.64 കോടി സബ്സ്ക്രൈബർമാരുണ്ട്. ഇത് ഇന്ത്യയിലെ ആകെ യൂട്യൂബ് ഉപഭോക്താക്കളുടെ 15%-ലധികം വരും.